അല്ല, സ്വാഭാവികമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അതിശക്തമായ പ്രചരണം നടന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ പ്രചരണം നടത്താൻ ഇടകൊടുക്കുന്ന തരത്തിലുള്ള ചില സംഭവവികാസങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വസ്തുത എന്താണ് എന്ന് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അന്വേഷണം നടക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രതി ചേർക്കപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു, അന്വേഷണം തുടരും, പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ എന്തായിരുന്നാലും നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോഴും സംസാരിക്കുമ്പോൾ അത് വലിയ തോതിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് കേരളത്തിൽ UDF അനുകൂലമായി ഉണ്ടാക്കുന്നതിന് സാധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. അന്വേഷണം ഫലപ്രദമായി, കോടതി മേൽനോട്ടത്തിലാണ്, എന്നാലും വളരെ ഫലപ്രദമായിട്ട് അത് പോയി. ആ കാര്യത്തിലൊന്നും ആർക്കും പരാതിയില്ല. മുഖ്യമന്ത്രി മുതൽ എല്ലാവരും തന്നെ അത് ആവർത്തിച്ച് പറയുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ നാട്ടിലെമ്പാടും പഴയ സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള സാഹചര്യത്തിന് സമാനാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മോശമല്ലാത്ത തരത്തിൽ അത് LDFനെ പ്രചരണ കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല നിൽക്കുന്ന വാർഡ് അല്ലെങ്കിൽ അതൊക്കെ ജയിച്ചെങ്കിൽ പോലും പൊതുവിൽ അത് വല്ലാതെ അതിൻ്റെ ഭാഗമായി ഇറങ്ങിയ പാട്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിലൊരു സംശയം നല്ലതുപോലെ ഉയർന്നു വന്നു. അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവണം. ഞാൻ ആ പാട്ടിനെ കുറിച്ചല്ല, പാട്ടിൽ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടല്ലോ, ധാരാളം കാര്യങ്ങൾ. പ്രചരണം എന്നാണ് ഞാൻ പറയുന്നത്. പാട്ടാണോ പിന്നെ പ്രസംഗമാണോ എന്നുള്ളതിനപ്പുറത്തേക്ക് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത്. സർക്കാർ BJP-യുമായി അടുത്തു വന്ന ന്യൂനപക്ഷങ്ങൾ കരുതിയെന്ന് അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു പ്രചരണം കേരളത്തിൽ കുറെ പേര് നടത്തിയെങ്കിലും ആ പ്രചരണത്തിനകത്ത് ഒരു കഴമ്പും ഇല്ല എന്ന് ഈ ഫലം കംപ്ലീറ്റ് തെളിയിച്ചു. പ്രചരണം നടത്തിയിട്ടുണ്ടാവാം, പക്ഷെ നമ്മളിപ്പോൾ ആത്യന്തികമായ റിസൾട്ട് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ച വാർഡുകളിലെല്ലാം തന്നെ 100 വോട്ട് വ്യത്യാസം ജയിച്ചാണ് 10-20 വാർഡുകൾ. കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അതാണ് പ്രശ്നം. അപ്പോൾ ഫലത്തിൽ ഈ ധാരണ ആര് തമ്മിലാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് അത്തരത്തിലുള്ള സഖ്യം രൂപപ്പെട്ടതായിട്ടും ജാതിമത ശക്തികളെല്ലാം തന്നെ UDFന് അനുകൂലമായി നിന്നതായിട്ടും കാണാൻ പറ്റും. എന്തായിരുന്നാലും ഈ മറ്റു രീതിയിലുള്ളൊരു പ്രചരണം ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു സ്ഥലം അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. സെക്രട്ടറിയുടെ അഭിമുഖത്തിൽ പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു, കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് നഷ്ടപ്പെട്ടു. അതിന് കാരണം ഈ സർക്കാരും BJP-യും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ആ രൂപത്തിൽ ഫലിച്ചു, പ്രതികൂലമായി ബാധിച്ചു. ഞാനതാ പറയുന്നത്, ഞാൻ സെക്രട്ടറി പറഞ്ഞതിന് കറസ്പോണ്ടന്റ് ആയിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച കേരളത്തിൽ സ്വാഭാവികമായിട്ട് നടന്നു. പക്ഷെ ഇപ്പൊ ഫലം വരുമ്പോൾ എന്താണ്, അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന്. ചർച്ച നടന്നിട്ടുണ്ട് വ്യാപകമായി. അതിന് ന്യൂനപക്ഷം ഇപ്പൊ കൃത്യമായ ചോർച്ച എവിടെയൊക്കെ ഉണ്ടായി, എന്തൊക്കെയാണ് ഉള്ളതൊക്കെ പാർട്ടി കമ്മിറ്റികൾ കൂടുന്നേ ഉള്ളൂ. ഇത് 13 റിസൾട്ട് വന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 15-നാണ്. വാർഡിൽ തന്നെയുള്ള പൂർണ്ണമായ ഒരു കണക്കുകൾ, അതായത് മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് വന്നിട്ടില്ല. ഒരു 10-70% വന്നിട്ടുണ്ടാവാം. ബാക്കി ഒരു താരതമ്യ പഠനമൊക്കെ നടത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നല്ല നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള മണിക്കൂറുകളാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ 15-ആണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവിടെ ചേരുന്നുണ്ട് കേരളത്തിൽ. ഉച്ചയ്ക്ക് നാളെ ഇവിടെ നാഷണൽ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഇതല്ലെങ്കിൽ പോലും അപ്പോൾ അത് വിലയിരുത്തേണ്ട സമയമാവുന്നേ ഉള്ളൂ. നമ്മളിപ്പം ഇന്നത്തെ നിലയിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ചിലയിടങ്ങളിൽ നേരിട്ടു. അതിനെ അതിജീവിക്കാനുള്ള എല്ലാവിധ പരിപാടികളും ആവിഷ്കരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയെ മറികടന്ന നിയമസഭാ ഫലങ്ങളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. 87 LDF ഗവൺമെൻറ് 91 പിരിച്ചുവിട്ടിയ തെരഞ്ഞെടുപ്പ് നടത്താൻ പോയപ്പോൾ അന്ന് വൻ വിജയമായിരുന്നു ജില്ലാ കൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റു. അപ്പോൾ ഇത് പലപ്പോഴും ഇത് തന്നെ ആവണം, നിയമസഭയിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ നിരവധി തെളിവുകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. LDF കൺവീനർ പറഞ്ഞതിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കേരളത്തിലെ BJP-ക്ക് ഈ പറയാവുന്നത് പോലെ ഭയങ്കര സംഭവമായി അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയും വലിയ തോതിൽ ഉള്ള പണം, നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്രമാത്രമാണ് അത് മാധ്യമങ്ങളെല്ലാം സ്വാധീനിക്കുന്നത്. അങ്ങനെ വന്നിട്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എന്ന് നമ്മൾ കണക്കാക്കുന്ന 346 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചത്. ഒരെണ്ണം പോയി. കോർപ്പറേഷനകത്തുള്ള വാർഡുകളിൽ അവർക്കൊരു വർധനവുണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്.
2 മുനിസിപ്പാലിറ്റിയാണ്. കയ്യിലുള്ള മുനിസിപ്പാലിറ്റി പോയി. അവരെ ജയിപ്പിച്ച അനുഭവമുള്ള സ്ഥലത്ത് ജനം അവരെ നിരാകരിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൃശ്ശൂർ ജില്ലയിൽ അവരുടെ സാന്നിധ്യം കുറഞ്ഞു, പന്തളം കുറഞ്ഞു, പാലക്കാട് ഒറ്റക്കക്ഷിയല്ലാതായി, പല ഘടകങ്ങളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് BJP എന്ന് പറയുമ്പോൾ കേരളത്തിൽ 20-നും 25-നും ഇടയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കി എന്ന ഒരു പ്രചാരണത്തിൻ്റെ മുനയൊടിക്കുന്നത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. വോട്ടിംഗ് ശതമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും കുറവാണ്. ഒന്ന് കൺവീനർ പറഞ്ഞത് എങ്ങനെ അല്ല, ഇപ്പം വോട്ട് വിഹിതം കൂടി, സീറ്റിന്റെ എണ്ണം കൂടി കുറഞ്ഞു എന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ചിട്ട് ആരും പറയാതെ നമുക്ക് സാമാന്യമായ നമ്മുടെ ധാരണകൾ വെച്ചുകൊണ്ട് പത്രം നോക്കിയാൽ അല്ലെങ്കിൽ കണക്ക് നോക്കിയാൽ, ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളതിൻ്റെ ഒരു വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ, വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ BJP 2000-ഓളം വാർഡുകൾ കേരളത്തിൽ കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJPക്ക് അതിൻ്റെ 10% വാർഡുകൾ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതൊഴികെ അവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ 7 അയലത്ത് പോലും അത് എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില പുതിയ പഞ്ചായത്തുകളിൽ വന്നിട്ടുണ്ടാവാം, പക്ഷേ പല പഴയ കേന്ദ്രങ്ങളിലും പുറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് ആ പറയുന്നതിനകത്ത് BJP കേരളത്തിൽ ഒരു വലിയ സംഭവമായി ഇതിനു മുമ്പ് അവർ പലതും നേടിയെടുക്കുമെന്ന് പറഞ്ഞതൊന്നും നടന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ.